സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി നൽകുന്ന ഒരു വിധിയാണ് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത്. ഏറെ കൊട്ടിഘോഷിച്ച് രണ്ടാം പിണറായി സർക്കാർ നടപ്പിലാക്കിയ നവകേരള സർവേ അത് സർവത്ര നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ച് അത് റദ്ദാക്കിയത്. അതിൽ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു സർവേയാണ്. CPM-ന് വേണ്ടിയിട്ട് CPM-ന്റെ ഒരു പരിപാടി അത് സർക്കാർ ചെലവിൽ നടത്തുകയാണ് എന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് ഉയർന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹർജി അംഗീകരിച്ചുകൊണ്ട് ആ ഹർജിയിലെ വാദങ്ങൾ, അവരുടെ വിമർശനങ്ങൾ, ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ച് ഈ ഒരു സർവേ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതുമായി ബന്ധപ്പെട്ടുള്ള ആ ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിച്ച സംശയങ്ങൾ അത് കൂടുതൽ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള ചില തെളിവുകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആ തെളിവുകൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശബ്ദത്തിലുള്ളതാണ് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 2025 ഒക്ടോബർ 23 മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ, അതിന്റെ ഓഡിയോ സന്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി ഈ നവകേരള സർവേ അതൊരു തുടർഭരണം ഉറപ്പാക്കാനുള്ള ഒരു പരിപാടിയാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്നതാണ് ആ ശബ്ദരേഖയിലുള്ളത്. ഇത് ജില്ലാതല നിർവഹണ സമിതിയുടെ, ഈ സർവേയുടെ ജില്ലാതല നിർവഹണ സമിതി അംഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ശില്പശാല സംഘടിപ്പിച്ചിരുന്നു 2025 ഒക്ടോബർ 23. അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസംഗമാണ്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഈ പറയുന്നത് പോലെ നമ്മളിപ്പോൾ ആളുകളുടെ അടുത്തേക്ക് പോവുകയാണ്, ഓരോ വീടുകളിലേക്കും പോവുകയാണ്. അവർക്ക് നമ്മളുടെ വികസനത്തെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അത് കേൾക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവർ പല സംശയങ്ങളും ഉന്നയിക്കും, പല ചോദ്യങ്ങളും ചോദിക്കും. അതിനൊക്കെ തന്നെ സംയമനത്തോടു കൂടി നമ്മൾ മറുപടി പറയണം. പിന്നീട് അദ്ദേഹം തുടർന്ന് പറയുന്നത് ഒരു തുടർഭരണത്തിന്റെ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ആ തുടർഭരണം ഉറപ്പാക്കേണ്ട ബാധ്യത, അല്ലെങ്കിൽ ഈ സർക്കാരിനൊരു തുടർഭരണം ഉണ്ടാകേണ്ടതുണ്ട്. ആ ഒരു ചിന്ത ഈ വീടുകളിലേക്ക് പോകുന്ന ആളുകളുടെ മനസ്സിലുണ്ടാകണം. അതിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇത്തരത്തിലുള്ള പരിപാടിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, നിങ്ങൾ വീടുകളിലേക്ക് പോകേണ്ടത്. ആ രീതിയിൽ വേണം നിങ്ങൾ ജനങ്ങളുമായിട്ട് സമ്പർക്കം നടത്തേണ്ടത്, സംവദിക്കേണ്ടത് എന്ന ഒരു നിർദ്ദേശം ഈ പറയുന്ന ജില്ലാ നിർവഹണ സമിതി അംഗങ്ങൾക്ക് നൽകുന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞതുപോലെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ പരിപാടിയാണെന്നുള്ള വിമർശനം അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ അത് ഈ പറയുന്ന സർവേയിൽ പങ്കെടുക്കാൻ പോകുന്ന വോളണ്ടിയർമാർ ഉൾപ്പെടെയുള്ളവരോട് പറയുകയാണ്, ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണ്, സർക്കാരിന് തുടർഭരണം ഉറപ്പാക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്, തുടർഭരണം ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ സർവേ നടത്തുന്നത്. അത് മനസ്സിൽ വെച്ച് വേണം നിങ്ങൾ പെരുമാറേണ്ടത്. ജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ സംവദിക്കണം. അവരുടെ പ്രശ്നങ്ങൾക്ക്, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, അവർ ഉന്നയിക്കുന്ന സംശയങ്ങൾക്കെല്ലാം തന്നെ നിങ്ങൾ സമയമെടുത്ത് മറുപടി നൽകണം എന്ന ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി കൊടുക്കുകയാണ്. എന്തായാലും അത് ഈ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന വിമർശനങ്ങൾ, ആരോപണങ്ങൾ അത് കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നലെ ഈ പറയുന്ന സർവേ റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതിയുടെ രണ്ടംഗ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിൽ പറയുന്നത് ഈ സർവേയുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിന്റെ എന്തെങ്കിലും ഉത്തരവോ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ അനുമതിയോ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി അണികൾക്ക് ഒരു കത്തയച്ചു. ആ കത്തിന്റെ പകർപ്പൊക്കെ തന്നെ ഹർജിക്കാർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ആ കത്തിന്റെ പകർപ്പ് പരിശോധിച്ചിട്ടാണ് കോടതി പ്രകാരം പറയുന്നത്. അത് സർക്കാരിന്റെ ഒരു തീരുമാനമായിട്ട് ഈ സർവേയുടെ കാര്യം പുറത്തു വരുന്നതിന് മുൻപ് തന്നെ അതിനെക്കുറിച്ച് പാർട്ടിക്ക് അറിയാമായിരുന്നു, പാർട്ടിക്ക് ആ വിവരം ചോർന്ന് കിട്ടി. തുടർന്ന് ആ സർവേയിൽ പങ്കെടുക്കേണ്ടതിനെ കുറിച്ച് അല്ലെങ്കിൽ സർവേയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന 2025 സെപ്റ്റംബർ മാസത്തിൽ ഈ MV ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റികൾക്ക്, ജില്ലാതലത്തിലെ പാർട്ടിയുടെ കമ്മിറ്റികൾക്ക് ഒരു കത്തയക്കുന്നുണ്ട്. ആ കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, സർവേ നടത്തുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സർവേയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി അണികൾ ഒരു പോർട്ടൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ അംഗങ്ങളാകേണ്ടതാണ്, അതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതിൽ കൂടുതലും നമ്മുടെ ആളുകൾ വേണം എന്ന് നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു കത്താണ് MV ഗോവിന്ദൻ ജില്ലാ നേതൃത്വങ്ങൾക്ക്, പാർട്ടിയുടെ ജില്ലാ നേതൃത്വങ്ങൾക്ക് അയച്ചത്. ആ കത്തുൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത്തരത്തിൽ എങ്ങനെയാണ് ഒരു പാർട്ടിക്ക് പ്രവർത്തിക്കാൻ കഴിയുക, പാർട്ടിക്ക് ഒരു സർക്കാരിന്റെ മുഖമായി മാറാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചു. അപ്പോൾ ഈ കത്തിനെ കുറിച്ച് MV ഗോവിന്ദനെ പിന്നീട് ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി തന്നെ കക്ഷി ചേർക്കുന്നുണ്ട്. ആ കത്തിനുള്ള വിശദീകരണമായിട്ട് MV ഗോവിന്ദൻ അവിടെ പറഞ്ഞത് ഇത്തരത്തിൽ സർക്കാരിന്റെ ഒരു സർവേ, അതിൽ ഒരു
വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു പരിപാടിയിൽ സർക്കാരിനെ സഹായിക്കുക എന്നത് വലിയ തെറ്റൊന്നുമല്ല, അത് പാർട്ടികൾക്ക് ഒരു കടമയാണ് എന്ന് പറയുന്നു. പക്ഷേ അവിടെ കോടതി ചോദിക്കുന്ന ചോദ്യം അതിൽ തെറ്റൊന്നുമില്ല, അങ്ങനെ സർക്കാരിനെ സഹായിക്കുന്നതിൽ തെറ്റൊന്നുമല്ല. പക്ഷേ ഇത് ഒരു ഉത്തരവായിട്ട്, സർക്കാരിന്റെ ഒരു ഉത്തരവായിട്ടോ തീരുമാനമായിട്ടോ വരുന്നതിന് മുൻപ് എങ്ങനെയാണ് അത്തരം ഒരു കത്ത് നിങ്ങൾക്ക് പുറത്തിറക്കാൻ കഴിയുക? അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം ചോർന്ന് കിട്ടി, അത് ശരിയായ ഒരു നടപടിയല്ല. അത് ഈ പറയുന്നത് പോലെ സർക്കാർ ചെലവിൽ, അതായത് പൊതു ഖജനാവിലെ പണം എടുത്തുകൊണ്ട് സർക്കാർ ചെലവിൽ പാർട്ടിയുടെ പ്രചരണ പരിപാടി നടത്താനുള്ള നീക്കമാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് കോടതി പോയത്. അങ്ങനെയാണ് ഇതിനായിട്ട് വേണ്ടിയിട്ട് 20 കോടി രൂപയാണ് സർക്കാർ നീക്കിവെച്ചത്. അത് PRDക്കാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുമതി കൊടുത്തത്. അപ്പോൾ കോടതി ഇതിനകത്ത് ചൂണ്ടിക്കാട്ടുന്നത് ആസൂത്രണ സാമ്പത്തിക കാര്യ വകുപ്പിന് കീഴിലാണ് ഇത്തരമൊരു സർവേ വരേണ്ടത്. എന്നാൽ ഇത്തരത്തിലുള്ള ഫണ്ട് വിനിയോഗം അത് വകയിരുത്തുന്നത് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട്, അതിനൊരു കുറുക്കുവഴി തേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് PRDയുടെ കീഴിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള ഉത്തരവിറക്കിയത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത്തരത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത് ശരിയായ രീതിയിലല്ല, ഇത് ധനകാര്യ ഒരു ധനവിനിയോഗത്തിന്റെ ഒരു അനുമതി തേടിയില്ല, ഇത് നിയമസഭയെ അറിയിച്ചില്ല, മന്ത്രിസഭയുടെ ഒരു അനുമതി ഇതിന് ലഭിച്ചില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകളാണ് ഇതിനകത്ത് നടന്നത്. ശരിയായ ഒരു നടപടിക്രമം പാലിച്ചുകൊണ്ടല്ല സർവേ നടത്തിയത് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ എല്ലാം തന്നെ ശരിവെച്ചുകൊണ്ട് ആണ് കോടതി ഇന്നലെ ഉത്തരവ് പുറത്തിറക്കിയത്. സർവേ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കിയത്. ഈ തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവുകൾ ഉൾപ്പെടെ കോടതി റദ്ദാക്കിയിട്ടുമുണ്ട്. അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയായിട്ട് മാറിയ ഒരു വിധി കൂടിയാണ്. നിയമമന്ത്രി ഉൾപ്പെടെ പറയുന്നത് ആ വിധി പരിശോധിച്ച ശേഷം അത് സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മാത്രമാണ് കോടതി പറയുന്നത്, അതിന് അപ്പീൽ പോകുമെന്നൊക്കെയാണ്. അതെന്തൊക്കെയായിരുന്നാലും സർക്കാരിനെ സംബന്ധിച്ച് കനത്ത ഒരു തിരിച്ചടി. ജനങ്ങളുടെ നികുതി പണത്തിന്റെ ചെലവിൽ ഖജനാവിലെ പണം എടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി നടത്താം, ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടൊരു പ്രചരണ പരിപാടി നടത്താം എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം അതാണ് പൊളിഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പറയുന്ന സർവേ, സർക്കാർ നേരത്തെ പറഞ്ഞത് ഈ പറയുന്ന സർക്കാരിന്റെ വികസന നേട്ടങ്ങളെക്കുറിച്ച് അറിയാനാണ്, ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം തേടാനാണ് എന്നൊക്കെ അവർ അവകാശവാദം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഒരു യോഗത്തിൽ പറഞ്ഞത് ഇത് തുടർഭരണം ഉറപ്പാക്കാനുള്ള ഒരു സർവേ എന്നാണ്. അപ്പോൾ ആ കാര്യവും അവിടെ വെളിവാക്കപ്പെട്ടിരിക്കുകയാണ്. അത്തരത്തിൽ CPMന്റെ ഈ ഒരു കുടിലതന്ത്രം, ഈ സർവേയിലൂടെ പാർട്ടിയുടെ ഒരു പ്രചരണ പരിപാടി നടത്താം എന്നുള്ള കുടിലതന്ത്രം അതാണ് പൊളിഞ്ഞു വീണത്. എന്തായാലും CPMനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി തീർക്കുന്ന ഒരു വിധി ആണ് ഇന്നലെ വന്നത്. ഒപ്പം തന്നെ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഡിയോ, അതിന് പാർട്ടിയും മുഖ്യമന്ത്രിയും ഇനി എന്ത് വിശദീകരണം നൽകുമെന്നതും ഏറെ നിർണായകമായ കാര്യമാണ്.